നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിയറോ സീരിയയിലെ ആദ്യ മത്സരത്തിൽ നെയ്മർ ജൂനിയറുടെ സാന്റോസിന് നിരാശ. പരിക്കേറ്റ് നെയ്മർ ജൂനിയർ പുറത്തിരുന്ന മത്സരം 2-1 അവർ വാസ്കോഡിഗാമയോട് പരാജയപ്പെട്ടു. വാസ്കോഡിഗാമയുടെ നിരയിൽ മുൻ ബ്രസീലിയൻ സൂപ്പർ താരം ഫിലിപ്പെ കുട്ടീഞ്ഞോ കളിക്കാനുണ്ടായിരുന്നു. 68 മിനിറ്റ് അദ്ദേഹം കളിക്കളത്തിലുണ്ടായിരുന്നു. ഇതുവരെ ബ്രസീലിയറോ സീരിയയിൽ നെയ്മറും ഫിലിപ്പെ കുട്ടീഞ്ഞോയും നേർക്ക് നേർ ഏറ്റുമുട്ടിയിട്ടില്ല. മാത്രമല്ല ക്ലബ് ഫുട്ബോളിൽ അവർ ഒരേ ഒരു തവണയാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. അത് 2020 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലായിരുന്നു. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം അവർ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു മത്സരമാകും ഇത് എന്നാണ് കരുതിയതെങ്കിലും നെയ്മർക്ക് പരിക്കായത് കാരണം അത് സംഭവിച്ചില്ല. കളിയിൽ വാസ്കോഡിഗാമയുടെ വിജയം ഉറപ്പിച്ച ഗോൾ വന്നത് അർജന്റീനക്കാരൻ പാബ്ലോ വെഗാറ്റിയിൽ നിന്നാണ്. അങ്ങനെ അർജന്റീനക്കാരൻ പണി കൊടുത്തു. സാന്റോസ് പരാജയപ്പെട്ടിരിക്കുന്നു. 2-1 വാസ്കോയോട് സാന്റോസ് തോൽക്കുന്നത്. കളിയുടെ 21-ാമത്തെ മിനിറ്റിൽ വഴിയിലൂടെ സാന്റോസ് ലീഡ് എടുത്തതാണ്. എന്നാൽ പിന്നീട് 53-ാമത്തെ മിനിറ്റിൽ പോർച്ചുഗീസ് താരം മൊറേറയിലൂടെ വാസ്കോഡിഗാമ ഒപ്പം പിടിച്ചു. ഒടുവിൽ അർജന്റീനക്കാരൻ പാബ്ലോ വെഗാറ്റി നേടിയ ഗോളിന് വാസ്കോഡിഗാമ വിജയിച്ച് കയറുകയും ചെയ്തു. സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം സീരിയയിലേക്ക് ഇത് മടങ്ങി വരവാണ്. കഴിഞ്ഞ സീസണിൽ അവർ 2ാം ഡിവിഷനിലാണ് കളിച്ചത്. അവിടെ നിന്ന് പ്രൊമോട്ടഡായി ഇപ്പോൾ സീരിയയെ കളിക്കുകയാണ്. ആദ്യ കളി തന്നെ നെയ്മർ ഇല്ലാതെ കളിച്ചു. അവർ പൊട്ടിയിരിക്കുകയാണ്. ഇനി അടുത്ത മത്സരം ഏപ്രിൽ 7 പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്ക് ബാഹിയക്കെതിരെയാണ്. ആ മത്സരമാകുമ്പോഴേക്കും നെയ്മർ ജൂനിയർ ഫിറ്റാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.